ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കൊരു നല്ലൊരു ഗ്രൗണ്ട് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് വരുന്നു. ഇത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ്. അതായത് ഒരു ഫെസിലിറ്റീസ് ഇല്ലായിരുന്ന സമയത്ത് നിങ്ങളെ പഠിപ്പിച്ചു നമ്മൾ നല്ല ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പലരും കേരള ടീമിനെ അവരെ റെപ്രസെൻ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്പോർട്സ് കോംപ്ലക്സ് ഉടനെ ഫെബ്രുവരിയിലാണ് അതിൻ്റെ ഉദ്ഘാടനം. സ്വരൂപാനന്ദ സ്വാമിജിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ് ഈ സ്കൂളിൽ കിട്ടാൻ പോകുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ടൊരു കാര്യം കാണുമ്പോൾ തന്നെ നമ്മൾ കളിച്ച ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ പിള്ളേർക്ക് ഇനി അങ്ങോട്ടുള്ളവർക്ക് ഭയങ്കര ലക്കാണ്. കാരണം ഒരു ഗെയിം മാത്രമല്ല, ഇനി മൾട്ടി ഗെയിംസ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. എല്ലാ ഗെയിമിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് വന്നു കഴിയുമ്പോൾ തന്നെ അതിനൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. നമുക്ക് ഒരു 2-3 ഗെയിമിൽ ഒതുങ്ങിയതിന് അങ്ങോട്ട് മെഡലുകൾ ചിന്മയ്ക്ക് നല്ല രീതിക്ക് വാരിക്കൂട്ടാൻ സാധിക്കും. പിന്നെ സാറും കൂടെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് നന്നായിട്ട് ഇത് പോകും. ഇവിടെ ഞാൻ കുറച്ച് ദിവസം ഒരു വെക്കേഷനിൽ സമ്മർ ക്യാമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കറിയാം ഇവിടുത്തെ നല്ല നല്ല പൊട്ടൻഷ്യലുള്ള നിറയെ പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് ഇഞ്ചുറി ആവും എന്നുള്ള പേടി കാരണം കുറേ പേര് എന്നെ ബാക്കൗട്ട് ചെയ്തും കളി പകുതി വെച്ചൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ഈ സ്പോർട്സ് കോംപ്ലക്സ് വരുന്നതോടെ അത് ഒരു മാറ്റം വരും. എന്തായാലും നിറയെ പിള്ളേർ നാഷണൽസും നല്ലൊരു പൊസിഷനിലെത്തും.